ചേട്ടാ, അമിത്ഷാ വന്നുപോയി. എന്തൊക്കെ തീരുമാനങ്ങളായിരിക്കും നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ടാവുക? എന്തൊക്കെയായിരിക്കും മിഷൻ 2026 BJP ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത്? മോദിയും ഇനി എത്തുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോ എന്തൊക്കെയായിരിക്കും? മോദി ഇനി ഈ മാസം ലാസ്റ്റിലേക്ക് തന്നെ എത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യതയാണുള്ളത്. മോദി എത്തുന്ന പരിപാടി അതൊരു വലിയ ആഘോഷമാക്കി മാറ്റുക എന്ന രീതിയിലേക്ക്, അതായത് ഇപ്പൊ അമിത്ഷാ എത്തിയുന്ന ഘട്ടത്തില് അത് തത്വത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഔദ്യോഗിക തുടക്കം എന്നാണ് പറയുന്നതെങ്കിലും അതൊരു വലിയ വിശാലമായിട്ടുള്ള ഒരു തുടക്കം എന്ന രീതിയിലേക്ക് മോദിയുടെ വരവോട് കൂടി ആകണം എന്നാണ് പറയുന്നത്. മോദിനെ ശബരിമലയിൽ എത്തിക്കാനുള്ള നീക്കവും ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു ഭയങ്കര നീക്കമായിരിക്കും. ഇപ്പം പ്രസിഡന്റ് വന്ന് പോയതിന്റെ തൊട്ട് പിന്നാലെ തന്നെ നരേന്ദ്രമോദി ശബരിമലയിൽ വരികയാണെങ്കിൽ ശബരിമലയിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും കേന്ദ്രം നേരിട്ടുള്ള ഒരു ഇടപെടൽ, അല്ലെങ്കിൽ വിശ്വാസികൾക്കൊപ്പം, അല്ലെങ്കിൽ കാലാകാലങ്ങളായി തന്നെ കേരളത്തിൽ നിന്നുള്ള BJP അല്ലെങ്കിൽ കേരളത്തിലെ വിശ്വാസി സമൂഹമെല്ലാം ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. കേന്ദ്രം ശബരിമല ഏറ്റെടുക്കണം എന്ന തരത്തിലുള്ള ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ വൈഷ്ണവ ദേവി ക്ഷേത്രമോ അതേപോലെയൊക്കെ തന്നെ അവിടെ അപ്പോൾ കേന്ദ്രത്തിന് നേതൃത്വമുള്ള കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഏറ്റെടുക്കൽ നടത്തണമെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ചില നിയമനിർമ്മാണങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതൊക്കെ ഉണ്ട് നിയമത്തിലൊക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് ഉണ്ടാവുകയില്ല കാര്യത്തിലും നമുക്ക് ഇപ്പം വ്യക്തതയില്ലെങ്കിലും എന്തായാലും മോദിയെ ശബരിമലയിൽ എത്തിക്കാനുള്ള ഒരു നീക്കം എന്തായാലും BJPയുടെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. മാത്രമല്ല അമിത്ഷാ ഇവിടെ കേരളത്തിൽ വന്ന ഘട്ടത്തിൽ അമിത്ഷാ ഉച്ചയ്ക്ക് ജനപ്രതിനിധികളുമായിട്ടുള്ള ആ ഒരു സ്വീകരണ ചടങ്ങിൽ തന്നെ അദ്ദേഹം സംസാരിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇവിടുത്തെ പോപ്പുലർ ഫണ്ടും SDP-യും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഉണ്ടാക്കുന്ന ആ സുരക്ഷിതമില്ലാത്ത ഒരു അവസ്ഥ, അവരുടെ ഈ വർഗീയ കാര്യങ്ങളിൽ BJPക്ക് മാത്രമാണ് കൃത്യമായി തന്നെ ഇതിനെന്തും തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയൂ എന്ന രീതിയിൽ അതിൽ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും LDF ആണെങ്കിലും അവർ ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയാണ്. അതോടൊപ്പം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, ശബരിമലയില് കേവലം സ്വർണം മാത്രം എങ്കിലും സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു സർക്കാർ എങ്ങനെയാണ് വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, 2024 20% വോട്ടിലേക്ക് BJPക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ 2026 ആകുമ്പോൾ അത് 30% 40% എത്തുക. അദ്ദേഹം കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, അത് ഭരണം പിടിക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. നമുക്ക് വൈകിട്ട് 4 മണിയോടുകൂടി നടത്തുള്ള NDA നേതൃയോഗമുണ്ട്. NDA നേതൃയോഗത്തിനകത്ത് അമിത്ഷാ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് NDAയുടെ ഘടകകക്ഷികളുണ്ട്, BDS-ലുണ്ട്, അതുപോലെ തന്നെ മറ്റു കക്ഷികളൊക്കെ ഉണ്ട്. ഇനി പുതിയതായിട്ട് ചില കക്ഷികൾ വരാൻ പോകുന്നുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടികൾ വരാൻ പോകുന്നുണ്ട്. ഇവര് എല്ലാവരും തന്നെ സ്വീകരിക്കാൻ കഴിയുന്നവരെ എല്ലാവരും തന്നെ NDAയിലേക്ക് സ്വീകരിക്കുക, ഒരു ഉപാധികളും ഇല്ലാതെ തന്നെ അവരെ സ്വീകരിക്കുക, നമ്മളെല്ലാവരും തന്നെ സ്വീകരിക്കുക. NDAയുടെ യോഗം 4 മണിക്ക് ചേരുകയുണ്ടായി. ആ 4 മണിക്ക് ചേർന്ന യോഗത്തിനകത്ത് അമിത്ഷാ പ്രധാനമായിട്ട് ഒരു കാര്യമാണ് പറഞ്ഞത്, ഒരു പേപ്പർ സംഘടനകളെ ആരെയും തന്നെ സ്വാഗതം ചെയ്യേണ്ടതില്ല. കൃത്യമായി തന്നെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഏതൊക്കെ ഘടകകക്ഷികളെ മറ്റ് മുന്നണികളിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ അവരെല്ലാം തന്നെ വിശാല മനസ്കതയോടുകൂടി തന്നെ സ്വീകരിക്കുക എന്നുള്ള കാര്യം തന്നെ പറഞ്ഞേക്കുന്നത്. മാത്രമല്ല BJPയിലേക്ക് നേരിട്ട് വരാൻ വേണ്ടി താല്പര്യമില്ലാത്ത ചില നേതാക്കളുണ്ട്, മറ്റു പാർട്ടികൾ, അവർ ഈ NDAയുടെ ഘടകകക്ഷികളിലേക്ക് കൊണ്ടുവരുന്ന കാര്യവും കൃത്യമായി തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല NDAയുടെ ഘടകകക്ഷികളോട് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അമിത്ഷായുടെ അല്ല കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ, അത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉൾപ്പെടെ തന്നെ വെച്ചുകൊണ്ട് വീടാന്തരം കയറി ഇറങ്ങി ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ കേന്ദ്ര സർക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, BJP വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, ഒരു വികസിത കേരളം എന്ന് പറയുന്ന ഒരു സ്വപ്നം BJPക്ക് ഉണ്ട്. അത് വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഇത് കൃത്യമായി ഗ്രാമാന്തരങ്ങളിലും വീടാന്തരവും കയറി ഇറങ്ങി തന്നെ പ്രചരിപ്പിക്കണം. അത്തരത്തിലുള്ള ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലണം. അതിനകത്ത് മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദു എന്നോ വേർതിരിവുണ്ടാകരുത്. നമുക്ക് സ്ഥിരമായി വോട്ട് ചെയ്യാത്തവരായിക്കോട്ടെ, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ, അങ്ങനെ ഒരു കാര്യവും അതിനകത്ത് വേർതിരിവുണ്ടാകരുത്. കേരളത്തിൽ എത്ര വീടുകളുണ്ടോ അത്രയും വീടുകളിൽ നിന്ന് മുഴുവൻ വോട്ടർമാരെയും തന്നെ നേരിട്ട് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് NDAയിലെ മറ്റെല്ലാ ഘടകകക്ഷികളും തന്നെ തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണമെന്നാണ് NDA യോഗത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ആ ഒരു 40 മണ്ഡലങ്ങളില്ലേ, ആ 40 മണ്ഡലങ്ങളും അദ്ദേഹം എണ്ണി പറഞ്ഞുകൊണ്ട് അവിടെ എന്തൊക്കെ തരത്തിലുള്ള വികസനങ്ങളാണ് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്നും എല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന് വ്യക്തമായൊരു പ്ലാനും അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു അറിവുണ്ട് കേരളത്തിലെ ജനങ്ങളെ പറ്റി. അമിത്ഷാ ആയിക്കോട്ടെ, നരേന്ദ്രമോദി ആയിക്കോട്ടെ, നരേന്ദ്രമോദിയെ അമിത്ഷായെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ, ഏതെങ്കിലും ഒരു നേതാക്കള് ഇപ്പം ഒരു പാർട്ടി, ആ പാർട്ടി ഇപ്പം കേരളത്തിലെ ഒരു പാർട്ടി എന്ന് വെച്ചോ, അവിടെ വന്നിട്ട് അമിത്ഷാനോട് പറയാണ് ഞങ്ങൾ 50 സീറ്റ് പിടിക്കാം, നിങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ എത്തിച്ചേരാം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയോട് അമിത്ഷാന് മുന്നിൽ പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നരേന്ദ്രമോദി ആണെങ്കിൽ അമിത്ഷാ ആണെങ്കിൽ ആദ്യം ചോദിക്കുന്നത് പ്ലാൻ എവിടെയെന്ന് ചോദിക്കാം. പ്ലാൻ എവിടെ? ആ പ്ലാന് ഒരു എന്താ പറയാ PP പ്രസന്റേഷൻ പോലെ
അത് കൃത്യമായി തന്നെ അവതരിപ്പിച്ച് കാണിക്കാൻ വേണ്ടി പറയും. ആ പ്ലാൻ അവതരിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ബോധ്യപ്പെടണം. ഇപ്പം മെട്രോ ഉണ്ടാകുന്ന സമയത്ത് മെട്രോയിന്റെ അകത്ത് ഒരു ദിവസം ഇത്ര ലക്ഷം പേര് കയറ്റും എന്ന് പറഞ്ഞ് പ്ലാൻ പാസ്സാക്കിയ പോലെയല്ല. അതിനകത്തൊക്കെ എന്താണ് അതിൻ്റെ അകത്ത് കൃത്യമായി ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള പ്ലാൻ അവതരിപ്പിച്ച് കാണിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നരേന്ദ്രമോദിയോ അമിത്ഷയോ ആ കാര്യം ആക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ വന്ന സമയത്ത് തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇതിനകത്ത് ഇത്ര നേട്ടം ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ കൊണ്ട് അവതരിപ്പിച്ചു. ആ പ്ലാൻ കൊണ്ട് അവതരിപ്പിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തെ മുഖവിലക്കെടുത്തത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ കൃത്യമായി തന്നെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഇങ്ങോട്ടേക്ക്. അപ്പം അതിനുശേഷം NDA മീറ്റിംഗിന് ശേഷം കോർ കമ്മിറ്റി മീറ്റിംഗ് നടന്നു. ബി ജെ പിന്റെ സമ്മതിതരായിട്ടുള്ള നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണ് കോർ കമ്മിറ്റി കമ്മിറ്റി. ഈ കോർ കമ്മിറ്റി മീറ്റിംഗിനകത്ത് പറഞ്ഞിട്ടുള്ളത് പ്രധാനമായിട്ടും എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ പ്രവർത്തനം നടത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായിട്ടും അമിത്ഷാജി പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ അവർ ചേർത്ത് പറഞ്ഞിട്ടുള്ളത് വിജയസാധ്യതയുള്ള സീറ്റ് ആയിട്ടുള്ള പരിഗണിക്കപ്പെടുന്ന 40 സീറ്റുണ്ട്. 36 സീറ്റാണ് 30,000-ന് മുകളിൽ വോട്ടുകളുള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ. അതിന് പുറമെ BJPക്ക് സാധ്യതയുള്ള സീറ്റുകൾ എന്ന നിലയിലായിട്ട് 4 സീറ്റും കൂടെ കണക്കാക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ 40 സീറ്റ്. ഈ 40 സീറ്റിന്റെ അകത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ തന്നെ മുൻനിർത്തിക്കൊണ്ട് മത്സരിപ്പിക്കാനുള്ള കാര്യങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ഓരോ മണ്ഡലത്തിലും 3 പേരുടെ വീതം വെച്ചുള്ള പട്ടിക എത്രയും പെട്ടെന്ന് കേന്ദ്രത്തിന് ഇത്തരത്തിൽ, അതായത് BJPന്റെ ഒരു സംവിധാനമുണ്ട്, BJPന്റെ കേന്ദ്ര ഇലക്ഷന്റെ ഒരു സംവിധാനമുണ്ട്, അവിടത്തേക്ക് കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഇനി അധികം കാലതാമസം ഉണ്ടാകാതെ എത്രയും പെട്ടെന്ന് ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള 3 പേരെ പരിഗണിച്ചുകൊണ്ടുള്ള പട്ടിക കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിൽ തന്നെ 14 സീറ്റാണ് BJP ഏറ്റവും വിജയ സാധ്യതയുള്ള സീറ്റുകളായി കണക്കാക്കുന്നത്. ആ വിജയ സാധ്യതയുള്ള സീറ്റുകളിൽ ആരൊക്കെയാണ് മത്സരിപ്പിക്കേണ്ടത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഖ്യ പരിഗണനാ വിഷയമായിട്ട് തന്നെ പരിഗണിക്കണമെന്ന് പറഞ്ഞിരിക്കും. മാത്രമല്ല ഇതിനകത്ത് 30% സീറ്റ്, അതായത് 140 സീറ്റിനകത്ത് NDAക്ക് കൊടുക്കുന്ന മറ്റു സീറ്റുകൾ ഒഴികെയുള്ള ആ സീറ്റുകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 30% സീറ്റുകളിലേക്ക്, അതിൽ 30% സീറ്റുകളിലേക്ക് പുതുമുഖങ്ങളെയും സിനിമ, അത് സീരിയൽ, അല്ലെങ്കിൽ എന്താ പറയാ സ്പോർട്സ്, മറ്റ് എന്താ പറയാ പൊളിറ്റിക്സ് അല്ലാതെ അതിനപ്പുറത്ത് ബിസിനസ്, അങ്ങനെയുള്ള പല മേഖലകളിൽ നിന്നായിട്ടുള്ള ആളുകളെ പരിഗണിക്കണം. സമൂഹത്തിന്റെ എല്ലാ തട്ടിൽ നിന്നുള്ളത്, നമുക്ക് പി ടി ഉഷനെ പരിഗണിച്ച ഇത് നമുക്കറിയാം, സുരേഷ് ഗോപിയെ പരിഗണിച്ച കാര്യം അറിയാം. അങ്ങനെ എല്ലാ തട്ടിലും മറ്റേ റോബിൻ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ശോഭനയൊക്കെ ഓക്കെ അത്തരത്തിലുള്ള ഒരുപാട് പേരുടെ പേരുകൾ ചർച്ചയിലേക്ക് വരുന്നുണ്ട്. ഉണ്ണിമുന്തനെ പാലക്കാട് മത്സരിപ്പിക്കും എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ 30% ആളുകളെ ഇത്തരത്തിൽ പൊതു സ്വീകാര്യതയുള്ളതോ യുവജനങ്ങളിൽ പെട്ടിട്ടുള്ള പുതുമുഖങ്ങളായിട്ടുള്ള BJP അനുഭവം പകർത്തുന്ന, അതായത് ഈ പറയുന്ന മണ്ഡലങ്ങൾ, അതായത് ഈ പറയുന്ന 40 മണ്ഡലങ്ങൾ എന്ന് പറയുന്ന ആ മണ്ഡലങ്ങൾക്ക് അപ്പുറത്തായിട്ട് ഒരു 30% മണ്ഡലങ്ങൾ കൂടി ഇതിലേക്ക് A ക്ലാസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ആ സ്ട്രാറ്റജി വളരെ കൃത്യമാണ്. അതായത് BJPക്ക് ഒരു 20,000 മുതൽ 30,000 വരെ വോട്ടുള്ള മണ്ഡലങ്ങളായിരിക്കാം. ഈ പ്ലസ് ഇതിന്റെ അകത്തേക്ക് ഒരു പൊതുസമ്മതനായിട്ടുള്ള വ്യക്തി, ഇപ്പൊ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് അത് BJPയുടെ സംഘടനാ മികവുകൊണ്ട് മാത്രമാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല. അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം കൂടി ചേരുമ്പോഴാണ് അവിടെ വിജയിച്ചത്. BJPയുടെ സംഘടനാ സംവിധാനവും പ്ലസ് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം, അതുകൊണ്ടാണ് തൃശ്ശൂരിലെ വിജയം നമുക്ക് സമ്മാനിച്ചത്, അപ്പൊ BJPക്ക് സമ്മാനിച്ചതെന്ന് പറയും. അപ്പൊ അതേ രീതിയിൽ തന്നെ ഉണ്ണിമുകുന്ദന്റെ വ്യക്തിപ്രഭാവം, ഉണ്ണിമുകുന്ദനെ കണ്ട് ഉണ്ണിമുകുന്ദൻ ആരാധകർ എന്ന നിലയിൽ വോട്ട് ചെയ്യുന്ന ആളുകളും പ്ലസ് ആ പാലക്കാട് മണ്ഡലത്തിൽ ഉള്ള വോട്ടും അതും കൂടെ ചേരുന്ന സമയത്ത് ഉണ്ണിമുകുന്ദൻ അവിടെ വിജയിക്കണം. അതേ സ്ട്രാറ്റജിയാണ് അതിപ്പം ശോഭനയുടെ കാര്യത്തിലാണെങ്കിലും മറ്റേതൊരു വ്യക്തിയുടെ കാര്യത്തിലാണ്. ഇനിയിപ്പോ നാളെ ചിലപ്പോൾ മോഹൻലാൽ മത്സരിച്ചു കഴിഞ്ഞാൽ തന്നെയും, മോഹൻലാൽ BJP ടിക്കറ്റിൽ മത്സരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ BJP സ്വതന്ത്രമായി മത്സരിക്കുകയാണെങ്കിൽ പോലും മോഹൻലാലിന്റെ പൊതു സ്വീകാര്യതയും പ്ലസ് BJP വോട്ടും ഇതും കൂടെ ചേരുന്ന സമയത്ത് അവിടെ വിജയിക്കാനാണ്. ആ രീതിയിലുള്ള സ്ട്രാറ്റജിയാണ് അതിന്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്തായാലും കോർ കമ്മിറ്റി മീറ്റിംഗിനകത്ത് അമിത്ഷാ കൃത്യമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കോർ കമ്മിറ്റി മീറ്റിംഗിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടില്ല. നമുക്ക് ഇന്ന് രാത്രിയോ നാളെ രാവിലത്തേക്ക് തന്നെ കോർ കമ്മിറ്റി മീറ്റിംഗിന് മൊത്തം ഒരു വിവരങ്ങൾ ലഭ്യമാകും. അമിത്ഷാ പോയതിനു ശേഷമാണല്ലോ നമ്മൾ നേതാക്കളുമായിട്ടൊക്കെ സംസാരിച്ചു വരിക. അപ്പൊ അതെല്ലാം തന്നെ നമുക്ക് വ്യക്തമാവും. എന്തായാലും അമിത്ഷാ കൊടുത്തിട്ടുള്ള പ്ലാന്, അമിത്ഷാ കൊടുത്തിട്ടുള്ള ഒരു ടാർഗറ്റ് അതെല്ലാം തന്നെ വലുതാണ്. കേരള BJPയെ സംബന്ധിച്ചിടത്തോളം അത് എത്തിപ്പിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടാർഗറ്റേ ഉള്ളൂ. ആ ടാർഗറ്റിലേക്ക് എത്താൻ തന്നെ പറ്റുന്ന തരത്തിലുള്ള എല്ലാ സഹായവും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല കേരളത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ പദ്ധതികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രഭാരിമാരായിക്കോട്ടെ, MP മാരായിക്കോട്ടെ, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇനിയിപ്പോ അമിത്ഷാ ആയിക്കോട്ടെ, നരേന്ദ്രമോദി ആയിക്കോട്ടെ, അല്ലെങ്കിൽ JP നദ്ദ ആയിക്കോട്ടെ, പുതിയ പ്രസിഡന്റ് ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ എത്ര തവണ വേണമെങ്കിലും വരാൻ വേണ്ടി തയ്യാറാണെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അതായത് നേരത്തെയൊക്കെ മുൻകാലങ്ങളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒരു ടൂർ, കേരള ടൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി 2-3 സ്ഥലങ്ങളിൽ മാത്രം നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗം ഉണ്ടാകുന്ന തരത്തിലുള്ള കേരള ടൂറാണ് ഉണ്ടാകാറ് സാധാരണ രീതിയിൽ. കാരണം 5 സ്റ്റേറ്റുകളിൽ ഒന്നിച്ച് നടക്കുന്ന തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു
ടൂറാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് ഇപ്പം ബംഗാളെ അടുത്ത് നിൽക്കുന്ന ഘട്ടത്തില് ബംഗാളിൽ തന്നെയായിരിക്കണം നരേന്ദ്രമോദി കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധ്യത. നരേന്ദ്രമോദി ആയിക്കോട്ടെ അമിത്ഷായാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധ്യത. അപ്പൊ കേരളത്തിൽ എന്തായാലും കുറവ് വരാൻ സാധ്യതയില്ല. നരേന്ദ്രമോദിയുടെ വരവാണെങ്കിലും അമിത്ഷായുടെ വരവാണെങ്കിലും നദ്ദാജിയുടെ വരവാണെങ്കിലും കേന്ദ്രത്തിലെ മറ്റ് നേതാക്കളുടെ വരവാണെങ്കിലും ഇവരെല്ലാം തന്നെ കൃത്യമായി ഇവിടത്തേക്ക് എത്ര തവണ വേണമെങ്കിലും വരാം. ആ പരിപാടികളൊക്കെ ഏറ്റവും അടിത്തട്ടിൽ നിന്നുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബൂത്ത് തലത്തെ കൂടുതൽ സക്രിയമാക്കിക്കൊണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിച്ചുകൊണ്ടുള്ള സംഘടനാ സംവിധാന ശേഷി ഉയർത്തിയിട്ട് ആ നിലയിൽ തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എവിടേക്കാണ് വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ബി.ജെ.പിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ വീഴ്ചകൾ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ ആദ്യം എടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ മുൻകരുതൽ എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം ജില്ലയിലായിക്കോട്ടെ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന് വേണ്ടി വോട്ട് വയ്ക്കുക അല്ലെങ്കിൽ ബി.ജെ.പിയുടെ തോൽവിക്ക് വേണ്ടി ഏതെങ്കിലും വാർഡുകളിൽ തോൽവിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള 3 പേരെ അവിടെ പുറത്താക്കിയുണ്ടായി. ബി.ജെ.പി സംഘടനയുടെ അടിസ്ഥാന മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കിയുണ്ടായി. അപ്പൊ അതേ നിലയിൽ തന്നെ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ശുദ്ധികലശം നടത്തേണ്ടതുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നക്കാരുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ക്ലിയർ ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നടത്തണമെന്നുള്ളതും കൃത്യമായ ടാർഗറ്റ് വേണമെന്നുള്ളതും ഓരോ മണ്ഡലത്തിലും ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലം എന്ന നിലയിൽ കണക്കാക്കപ്പെടുന്ന ഓരോ മണ്ഡലത്തിലും ഓരോ പ്ലാൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിന് മൊത്തമായിട്ട് ഒരു പ്ലാൻ ഉള്ളതിന് അപ്പുറത്തായിട്ട് ഓരോ മണ്ഡലത്തിനും സവിശേഷമായിട്ടുള്ള പല അധികാരങ്ങളും ഓരോ മണ്ഡലത്തിനും സവിശേഷമായിട്ടുള്ള പല രീതികളും ഉണ്ടാകും. ഇപ്പം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിന്റെ രീതിയല്ല കാസർഗോഡ് മഞ്ചേശ്വരത്തിൽ ഉള്ള ഒരു രീതി എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ കേരളത്തിലെ വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന നിയമത്തുള്ള അതേ രാഷ്ട്രീയ കാലാവസ്ഥയല്ല കണ്ണൂർ ജില്ലയിലെ ധർമ്മടത്തുള്ളത്. അപ്പൊ ഇത് രണ്ടും രണ്ട് രീതിയിൽ തന്നെ കാണണം എന്നാണ് അമിത്ഷാ കൊടുത്തിട്ടുള്ള നിർദ്ദേശം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും വരും മണിക്കൂറിൽ തന്നെ അമിത്ഷാ എന്തൊക്കെയാണ് കേരള ബി.ജെ.പി നേതാക്കൾ കൊടുത്തിട്ടുള്ള ടാർഗറ്റ് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വ്യക്തത നമുക്ക് കൈവരും എന്നാണ് വിശ്വസിക്കുന്നത്.